കഴിഞ്ഞ ദിവസം എൻ്റെ ദീദി വിളിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു പറമ്പിൽ ഒരു ചെടി നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നീ വരുവാണെങ്കിൽ നമുക്ക് പോയി പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിന്ന് ഈ പറമ്പിൽ ഈ ചെടി പറിക്കാനായിട്ട് വന്നേക്കാണ്. നമ്മൾ ഒത്തിരി പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതൊന്നും ഒരു പുത്തിരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ കണ്ടത്, ദീദി പറഞ്ഞ ആ ചെടി ഈ നിൽക്കുന്ന ചെടിയാണ്. ഇത് ബേർഡ് ഓഫ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിങ്ങനെ ഈ ഒരു റബ്ബർ തോട്ടത്തിൽ നിറയെ നിൽക്കുകയാണ്, നല്ല ഭംഗിയിൽ നല്ല ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുകയുണ്ടോ, കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറയെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പം ഏകദേശം എനിക്ക് ഈ ഒരു ചെടി ആയിരിക്കുന്ന ഒരു ഊഹം ഉണ്ടായിരുന്നു, കാരണം ദീദി അതിൻ്റെ ഇലയുടെയൊക്കെ സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി, കാരണം നമ്മുടെ കയ്യിലിത് സെയിലിനും ഇല്ല, അതുപോലെ നമ്മുടെ വീട്ടിലും ഇല്ലാത്തൊരു ചെടിയാണ്. ഗൂഗിളിൽ ഇത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിൻ്റെ പ്രൈസൊക്കെ അറിയാം. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ടൂളുമായിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ അതുകൊണ്ട് ഇത് എടുക്കാൻ പറ്റില്ല, വേര് പൊട്ടിപ്പോവും. പിന്നെ അടുത്ത വീട്ടിൽ പോയിട്ട് ഒരു തൂമ്പയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അവിടെ നമ്മൾ കുറച്ച് ഇത് പറിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ വൈൽഡ് കലാത്തിയ പ്ലാന്റ് ഇല്ലേ ഇത്, അപ്പോൾ ഈ പ്ലാന്റും ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ അങ്ങനെ പറിക്കാറൊന്നുമില്ല, പക്ഷേ ഇവിടെ ഇത് നിൽക്കുന്നുണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. അപ്പോൾ അതിൻ്റെ 1-2 തൈകൾ ഞാൻ പറിച്ചെടുത്തു. ഇതൊക്കെ കാട്ടിൽ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇത് നല്ല റബ്ബർ തോട്ടമാണ്. ഇതെങ്ങനെ ഈ ചെടികളൊക്കെ ഇവിടെ വന്നു എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ ഇത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2-3 തൈ ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഒരുപാട് പ്ലാന്റ് ഹണ്ടിങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പ്ലാന്റ്സൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. മിക്ക പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, അതിൽ ചിലതിലൊക്കെ പൂവൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പ്ലാന്റ്സ് പറിച്ചുകൊണ്ട് വന്നപ്പോഴാണ് അപ്പുറത്തൊരു ചെറിയ ചുവപ്പ് കളറിൽ എന്തോ ഒരു സാധനം കണ്ടു. അപ്പോൾ അതെന്തോ ഒരു ചെടിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഹണ്ടിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടിയും പറിക്കും. നമുക്ക് കാട്ടുചെടി, നാട്ടുചെടി, വീട്ടുചെടി അങ്ങനെയൊന്നുമില്ല, എല്ലാ ചെടികളും നമ്മൾ പറിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് ഒരു പൂച്ചെടിയാണിത്, പക്ഷേ ഒരു കാട്ടിലുണ്ടാകുന്ന ഒരു കാട്ടുചെടിയാണ്. ചെടി കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ എന്ത് പ്ലാന്റ് എന്ന് ഇതിന് പറയാം, എന്തോ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു റോസ് കളർ തോന്നിക്കും, പക്ഷേ ഇത് നല്ല റെഡ് കളറാണ് ഇതിൻ്റെ പൂവ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനും. ചെടി ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ചെടി, ചെറിയ തൈകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഈ പൂ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിടിച്ച് കിട്ടുമോ, ഇങ്ങനെ പൂവൊക്കെ ഉണ്ടായി നിൽക്കുകയാണെങ്കിൽ രസമായിരിക്കുമല്ലോ എന്ന് കരുതി. അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ 2 തൈ പറിച്ചെടുക്കാൻ നോക്കി. ചെടി കാണുമ്പോൾ, പൂ കാണുമ്പോൾ അത് ചെറിയ തൈയാന്ന് വിചാരിക്കും, പക്ഷെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുക അത്. പക്ഷെ ഞാൻ എന്നാലും 2 തണ്ട് പറിച്ചെടുത്തിട്ടുണ്ട്, കാരണം അതിൻ്റെ പൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചെടി എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഓരോ വഴിക്ക് പോകുമ്പോഴും ഇങ്ങനെ നോക്കും, ഏതെങ്കിലുമൊക്കെ ചെടികളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് ചെടികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ശീലമുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ വഴികളിലും പറമ്പിലൊക്കെ ചെടിയുണ്ടോ, അവിടെ നിന്നൊക്കെ ചെടി കളക്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയിൽ ഒത്തിരി പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ, എവിടെ പോയാലും ഇങ്ങനെ ചെടികളുണ്ടോ എന്ന് നോക്കും. അപ്പം അങ്ങനെ അവിടെ നിന്ന് അതിൻ്റെ 2 തൈ പറിച്ചെടുത്തു. അതിൻ്റെയൊക്കെ നമുക്ക് വേരോട് കൂടി തന്നെ ആ ചെടികൾ കിട്ടി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ അവിടുന്ന് ചെടിയും പറിച്ചുകൊണ്ട് തിരിച്ച് വരുന്ന വഴിക്കൊരു പറമ്പിൽ കുറച്ച് വെളുത്ത കളറിൽ എന്തോ നിൽക്കുന്നുണ്ട്, പൂവാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കാണ്ട് പോകുന്നത് മോശമല്ലേ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്തോ പൂവാണെന്ന് നമുക്കിങ്ങനെ തോന്നും. നല്ല ഭംഗിയായിട്ട് റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കലാത്തിയ പ്ലാന്റ്, വൈൽഡ് കലാത്തിയ ഉണ്ട്, ഡിഫൻ ബാച്ചിയ ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ചെടികൾ ഈ ഒരു സ്ഥലങ്ങളിലുണ്ട്. നമ്മൾ പോയ വഴിക്ക് ഒരുപാട് സിങ്കോണിയം പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിരുന്നു, നമ്മുടെ നോർമൽ സിങ്കോണിയം പ്ലാന്റ്സ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അതുപോലെ ഡ്രസ്സിനെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ പറമ്പിലേക്ക് ഇറങ്ങിക്കണ്ടില്ലേ നിറയെ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടേക്ക് നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് പൂവല്ല, ഇത് ലീഫാണ്. ഈ ഒരു ചെടി പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണിത്. നല്ല വെള്ള കളറിൽ, നല്ല വെള്ള കളറിൽ നിൽക്കുന്ന ഒരു ചെടി. എന്ത് ഭംഗിയാണോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുറച്ച് തൈ പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഒത്തിരി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഞാൻ 1-2 സെല്ലേഴ്സിൻ്റെ കയ്യിൽ ഈ ചെടി സെയിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഓട്ടനന്തര പ്ലാന്റിൽ പെട്ട ആ ഫാമിലിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് നമുക്ക് ബോർഡറൊക്കെ ആയിട്ട് വെക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കുറച്ചധികം ചട്ടികൾ നട്ട് വെക്കുകയാണെങ്കിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് നിർത്താലോ എന്ന് കരുതി. അപ്പോൾ ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ പറമ്പിൽ കൂടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല നല്ല ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് പറിച്ചെടുക്കാൻ നല്ല എളുപ്പമായിരുന്നു
കേട്ടോ. വേരൊന്നും അധികം മണ്ണിലേക്ക് ആഴ്ന്നല്ല നിൽക്കുന്നത്. നമുക്ക് വേരോട് കൂടി തന്നെ എല്ലാ ചെടിയും കിട്ടി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറേ അധികം ഈ പ്ലാന്റ് കളക്ട് ചെയ്തു. കാരണം ഇത് നമ്മൾ ബോർഡറൊക്കെ ആയിട്ട് വയ്ക്കണമെങ്കിൽ കുറച്ച് ചെടി വെച്ചാൽ പോരല്ലോ. അപ്പോൾ അങ്ങനെ ഒത്തിരി പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്തു. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ലൊരു ബൊക്കെ പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത ചെടി ആയതുകൊണ്ട് ഭയങ്കര സന്തോഷം. എനിക്ക് ആ ബേർഡ് ഓഫ് പാരഡൈസ് കിട്ടിയതിനേക്കാളും സന്തോഷമായത് ഈ ഒരു ചെടി കിട്ടിയപ്പോഴാട്ടോ. അപ്പോൾ എന്തായാലും ഈ ചെടി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് പോന്നു. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു ചെടിയും കൂടി കളക്ട് ചെയ്തു. നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ്. ഈ ഒരു ചെടി നമ്മൾ നേരത്തെ ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ആ പ്ലാന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ. എനിക്ക് ഇക്കൊക്കെ ഈ പ്ലാന്റ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി പ്ലാന്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് വീട്ടിൽ വെക്കാമെന്ന് കരുതിയിട്ട് പോകുന്ന വഴിക്ക് ഇതും കൂടെ നമ്മൾ കുറച്ച് 1-2-3 പ്ലാന്റ് കളക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന എല്ലാ ചെടികളും നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നട്ട് വെച്ചുകൊണ്ട് വലിയ ഉഷാറില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഉഷാറാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അപ്ഡേഷൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനലിൽ ഗാർഡനിങ് വീഡിയോസ്, സെയിൽ വീഡിയോസൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.